പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇന്ത്യയിൽ തന്നെ റൂബി പ്ലേ ബട്ടൺ കരസ്ഥമാക്കിയിട്ടുള്ള KL ബ്രോ ബിജു ചേട്ടനെ കുറിച്ചാണ്. അപ്പൊ ആ ഒരു ചാനൽ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആണ്. നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ നമ്മൾ ഒരു മലയാളിയായിട്ടുള്ള ഒരാൾക്ക് റൂബി പ്ലേ ബട്ടൺ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. അപ്പൊ അത് എങ്ങനെയാണ് പുള്ളിക്ക് ആ ഒരു അച്ചീവ്മെന്റിലേക്ക് എത്തിപ്പെടാൻ കഴിയുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ആ ഒരു ചാനൽ കാണുമ്പോൾ കൂടുതൽ ആൾക്കാർക്ക് എന്താ മനസ്സിലേക്ക് ആദ്യം വരുന്നത്? ബിജുചേട്ടന്റെ മന്ത്ലി ഇൻകം എത്രയായിരിക്കും, അവരെങ്ങനെയാണ് ഇത് അച്ചീവ്മെന്റ് ചെയ്തത്? അപ്പൊ അങ്ങനെയുള്ള മന്ത്ലി ഇൻകത്തെ കുറിച്ചൊന്നും ആലോചിച്ച് തലപോയിക്കാതെ അവരെങ്ങനെയാണ് ഈ ഒരു അച്ചീവ്മെന്റിലേക്ക് വന്നത്, അവരുടെ ചാനൽ നോക്കിയിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായിരുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കാരണം അവർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളിലൂടെയാണ് അത് ഒരു 4 വർഷത്തിനുള്ളിൽ തന്നെ അവർക്ക് ഒരു 55 മില്യൺ സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞത്. അപ്പൊ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന സോങ് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സോങ് ആയിരിക്കും അവർ ഒരു ഷോർട്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അതിന്റെ കണ്ടന്റ് എങ്ങനെയോ ആയിക്കോട്ടെ, കണ്ടന്റ് എന്താണെങ്കിലും അവർ യൂസ് ചെയ്യുന്ന ഷോർട്സിലെ സോങ് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സോങ് ആയിരിക്കും. അപ്പൊ ആ ഒരു സോങ് യൂസ് ചെയ്തിട്ട് ഒരു വീഡിയോ അല്ല, ഒരു 15, 20, 30 വീഡിയോസ് അവരത് ചെയ്യും. അപ്പൊ ആ ഒരു സോങ്ങിന് ചിലപ്പോൾ ഒരുപാട് വ്യൂസ് പോയിക്കൊണ്ടിരിക്കുന്ന സോങ് ആയിരിക്കും. അപ്പൊ പെട്ടെന്ന് തന്നെ ഷോർട്ട് ഫീഡിൽ ആ വീഡിയോ വരും. അപ്പം വ്യൂസ് ഒരുപാട് കൂടും, സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് കൂടും. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ കാണിക്കാം. ഒരു കണ്ടന്റ് ആയിട്ടുള്ള ഒരു നോർമൽ വീഡിയോസ് ഞാൻ ഒരു ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തതിൽ എനിക്ക് 8300 സബ്സ്ക്രൈബേഴ്സ് കണ്ടോ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്സിലൂടെയാണ് നമുക്ക് അത്രയും സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഒരു 50 സബ്സ്ക്രൈബേഴ്സ് ആകാനോ 100 സബ്സ്ക്രൈബേഴ്സ് ആകാനോ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് കൂട്ടാൻ കഴിഞ്ഞ് ഞാൻ ഓൾറെഡി മുമ്പിലത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഷോർട്സിലൂടെ നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള സോങ് യൂസ് ചെയ്യുമ്പോൾ ആ ഒരു സോങ് ട്രെൻഡിങ് ആയിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സോങ്ങിലൂടെ തന്നെ ലാംഗ്വേജ് ഏതായിക്കോട്ടെ, ചിലപ്പം ഹിന്ദി സോങ് ആയിരിക്കാം, മലയാളം സോങ് ആയിരിക്കാം, തമിഴ് സോങ് ആയിരിക്കാം. അപ്പം ട്രെൻഡിങ് സോങ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് വ്യൂസ് സബ്സ്ക്രൈബേഴ്സ് കൂടാൻ അത് ഹെൽപ്പ് ചെയ്യും. അത് ഒന്നാമത്തെ കാര്യമാണ് അവർ ചെയ്യുന്നത്. അപ്പൊ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരുടെ ലാംഗ്വേജ് ആണ്. അവരതിൽ ലാംഗ്വേജ് ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ലാംഗ്വേജ് യൂസ് ചെയ്യാത്തപ്പോൾ ആർക്ക് വേണമെങ്കിലും അവരുടെ വീഡിയോസ് കണ്ട് അത് മനസ്സിലാക്കാം. ഇപ്പൊ ഈ ഞാനിപ്പോൾ ഉള്ള തമിഴ്നാട്ടിലാണ്. ഇപ്പൊ ഇവിടെയുള്ള കുഞ്ഞു കുട്ടികൾ വരെ എൻ്റെ അടുത്ത് അവരുടെ വീഡിയോസ് കൊണ്ടുവന്ന് കാണിക്കാറുണ്ട്. ഇത് നിങ്ങളുടെ നാട്ടുകാരാണോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അവർക്കെല്ലാം അവരുടെ വീഡിയോസ് റീച്ച് ആകുന്നുണ്ടെങ്കിൽ, അവർക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അതിന് ലാംഗ്വേജ് അവർ യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് എല്ലാവർക്കും മനസ്സിലാകുന്നത്. ഇപ്പൊ നമ്മൾ മലയാളത്തിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അത് മനസ്സിലാകണമെന്നില്ല. അപ്പം മലയാളം അറിയാത്തില്ലാത്തവർക്കൊക്കെ അവരിലേക്ക് നമുക്ക് റീച്ച് ആകണമെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ആക്ഷൻ മാത്രമാണ്. അവരുടെ കണ്ടന്റ് ചിലപ്പോൾ വലിയൊരു കണ്ടന്റ് ആണെന്നൊന്നുമില്ല. അവരെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഒരു കണ്ടന്റ് അവര് ക്രിയേറ്റ് ചെയ്തിട്ട് അവരെടുക്കുന്ന ആ ഒരു വീഡിയോ അത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. ഇപ്പം കുട്ടികളുടെ ആയിട്ടുള്ള കോൺവെർസേഷൻ ആയിക്കോട്ടെ, അവരുടെ അമ്മ അമ്മയും മരുമകളും തമ്മിലുള്ള കോൺവെർസേഷൻ ആയിക്കോട്ടെ, എങ്ങനെയാണെങ്കിലും അത് മറ്റുള്ളവരിലേക്ക് അത് റീച്ച് ആകാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ യൂസ് ചെയ്യുന്നത് ലാംഗ്വേജ് ഇല്ലാതെ അപ്ലോഡ് ചെയ്യുന്ന ഷോർട്സിലൂടെയാണ് കൂടുതൽ ആൾക്കാരിലേക്ക് അത് റീച്ച് ആവുന്നത്. അപ്പൊ ലാംഗ്വേജ് ഇല്ലാതെ ജസ്റ്റ് ആക്ഷനിലൂടെ തന്നെ എല്ലാവർക്കും അത് മനസ്സിലാകണമെങ്കിൽ അപ്പൊ ഇന്ത്യയിലുള്ളവർക്കല്ല, ഇന്ത്യക്ക് പുറത്തുള്ളവരും ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവർക്ക്. അപ്പം ഈ രണ്ട് കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള സോങ് യൂസ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഷോർട്സിൽ കൂടുതലും വോയിസ് ആഡ് ചെയ്യാതിരിക്കുക. വോയിസ് ആഡ് ചെയ്യുക, ആഡ് ചെയ്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്യാം, ആഡ് ചെയ്യരുതെന്നല്ല. അപ്പോൾ മറ്റുള്ള ലാംഗ്വേജിലേക്ക് നിങ്ങൾക്ക് റീച്ച് ആകണമെങ്കിൽ, ആൾക്കാരിലേക്ക് നിങ്ങൾക്ക് റീച്ച് ആകണമെങ്കിൽ ലാംഗ്വേജ് ഇല്ലാതെ തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക, ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത് മെയിൻ ആയിട്ടുള്ള അവരുടെ കാര്യം വെച്ചാൽ അവരുടെ സിംപ്ലിസിറ്റിയാണ്. അവർ വളരെ സിമ്പിൾ ആയിട്ടാണ് അവരുടെ വീഡിയോസും അവരുടെ അപ്പിയറൻസ് ഒക്കെ. അപ്പൊ അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈൽ ഒന്നും മാറിയിട്ടില്ല. അവർ മുമ്പ് എങ്ങനെയായിരുന്നു, ഇപ്പൊ ബിജുചേട്ടൻ ഡ്രൈവർ ആയിരുന്നു, ബസ് ഡ്രൈവർ ആയിരുന്നു. അപ്പൊ ആ ഒരു ഇതാണ് ഇപ്പോഴും പുള്ളിക്കാരൻ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടാൽ ഇപ്പൊ ഇന്ത്യയിൽ തന്നെ റൂബി പ്ലേ ബട്ടൺ കിട്ടിയ ഒരാളാണെന്നൊന്നും പെട്ടെന്ന് ആരും പറയില്ല കണ്ടിട്ടുണ്ടെങ്കിൽ. അപ്പം ആ ഒരു സിംപ്ലിസിറ്റിയിലാണ് അവരുടെ ഡ്രസ്സിങ് ആയിക്കോട്ടെ, അവരുടെ എന്ത് വീഡിയോസിലാണെങ്കിൽ പോലും നമ്മൾക്കപ്പോൾ അത്രയും ഒരു ഈ ഒരു ലെവലിലുള്ള ആളാണെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. അപ്പൊ അത്രയും സിമ്പിൾ ആയിട്ടാണ് അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഒരുപാട് വീഡിയോസ് നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പൊ മുമ്പ് വീഡിയോസ് ചെയ്തവരുടെ ഒക്കെ നമുക്ക് നോക്കാം, ഒരുപാട് നെഗറ്റീവ് കമന്റ് വരുന്നുണ്ട് അവരുടെയൊക്കെ വീഡിയോയിൽ. അതൊക്കെ ചിലപ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈൽ മാറിയോണ്ടായിരിക്കാം. അപ്പോൾ മലയാളീസ് എന്ന് പറയാൻ പറ്റില്ല, എല്ലാ നാട്ടുകാർക്കും ഇപ്പം മറ്റുള്ളവരുടെ ലൈഫ് സ്റ്റൈൽ മാറുമ്പോൾ ചിലപ്പോൾ കുറച്ച് കമന്റ് ഒക്കെ നെഗറ്റീവ് കമന്റ് ഒക്കെ ഇടുന്നവരുണ്ടാകാം, നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാകാം.
അപ്പൊ അങ്ങനെ ഒരു നെഗറ്റീവ്സ് കമന്റ് വരരുത് എന്ന് പുള്ളിക്കാരൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ആ ഒരു സിംപ്ലിസിറ്റി പുള്ളിക്കാരൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പൊ അവരുടെ ലൈഫ് സ്റ്റൈലൊന്നും ഇപ്പോഴും മാറിയിട്ടില്ല. ആ പഴയ ബിജാപ്പൻ എങ്ങനെയാണോ ആ ഒരു ലെവലിൽ തന്നെയാണ് ഇപ്പോഴും. വളരെ സിമ്പിൾ ആയിട്ടാണ് അവരുടെ സംസാരവും അവരുടെ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ. അപ്പം അങ്ങനെ ഒരു സിംപ്ലിസിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വരുന്നതുകൊണ്ട് തന്നെ ഇതുവരെ അവർക്ക് ഹേറ്റേഴ്സും ഇല്ല. അപ്പൊ ഹേറ്റേഴ്സ് ഇല്ലാതെ തന്നെ, നെഗറ്റീവ്സ് ഒന്നും ഇല്ലാതെ തന്നെ വീഡിയോസ് അത്രയും പ്ലേ ഒക്കെ ആവണമെങ്കിൽ അതും വളരെ ഹാർഡ് വർക്കിന്റെ ആവശ്യമുണ്ട് അതിൽ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇപ്പം ഒരു 1 മില്യൺ ആയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി നമുക്ക് വീഡിയോസ് ചെയ്യാം. പക്ഷെ അതിലൂടെ നമ്മൾക്ക് കൂടുതലും നെഗറ്റീവ്സ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ആൾക്കാരുടെ മനസ്സെങ്ങനെ മാറണമെന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മളിപ്പോ വീഡിയോ കാണുമ്പോൾ ഇന്നലെ കണ്ട ആളല്ല നമ്മൾ ഇന്ന് കാണുന്നു. അപ്പം ചിലപ്പം ആർക്കാണെങ്കിലും ചിലപ്പോൾ ആ ഒരു കുശുമ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പൊ നമുക്ക് കുറെയൊക്കെ നെഗറ്റീവ്സ് ഒക്കെ വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ അതൊന്നും ഇല്ലാതെ തന്നെ അതൊക്കെ അവോയ്ഡ് ചെയ്യാനാണ് പുള്ളിക്കാരൻ നല്ല സിമ്പിൾ ആയിട്ടാണ് അവരുടെ വീഡിയോസ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു 2-3 കാര്യങ്ങൾ, അതായത് ലാംഗ്വേജ് ശ്രദ്ധിക്കുന്നുണ്ട്, ലാംഗ്വേജിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്, പിന്നെ അവരുടെ സിംപ്ലിസിറ്റി, പിന്നെ അവർ യൂസ് ചെയ്യുന്ന സോങ്, അപ്പൊ ഇങ്ങനെയുള്ള 3 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടാണ് അവരിപ്പോഴും വീഡിയോ ചെയ്യുന്നത്. അവരുടെ ലോങ് വീഡിയോസിനൊന്നും വ്യൂസ് ഒരുപാടില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് അവരുടെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും അവരുടെ ലോങ് വീഡിയോസ് കണ്ടാൽ മനസ്സിലാവണമെന്നില്ല. കാരണം ലോങ് വീഡിയോസിൽ അവർ മലയാളത്തിലാണ് സംസാരിക്കുന്നത്. മലയാളം സംസാരിക്കുമ്പോൾ അത് എല്ലാവർക്കും അത് റീച്ച് ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ലോങ് വീഡിയോസിന് അത്രയും വ്യൂസ് പോകുന്നില്ല. പക്ഷെ ഷോർട്സിൽ ലാംഗ്വേജ് ഇല്ലാത്തതുകൊണ്ട് അത്രയധികം ആൾക്കാരിൽ റീച്ച് ആവുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അപ്ലോഡ് ചെയ്ത ഒരു ഷോർട്സിന് എനിക്ക് 8300 സബ്സ്ക്രൈബേഴ്സ് കിട്ടണമെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ട്രെൻഡിങ് ആയിട്ടുള്ള സോങ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് കൂട്ടാൻ സാധിക്കും. അപ്പൊ ഒരു വീഡിയോ നിങ്ങൾക്ക് 8300 ആണെങ്കിൽ ചില വീഡിയോസൊക്കെ കുറെ പേർക്കൊക്കെ 32,000 സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിട്ടുണ്ട്, 1 lakh സബ്സ്ക്രൈബേഴ്സ് കിട്ടിയ വീഡിയോസ് ഒക്കെ ഉണ്ട്. എനിക്ക് പരിചയമുള്ളവർ തന്നെ അതുപോലെ വീഡിയോസിന് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കൂടിയവരുണ്ട്. അപ്പൊ നിങ്ങൾ ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പൊ അവരുടെ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് അവരുടെ ഇൻകം എത്രയാണ്, അവര് എന്താണ് ചെയ്യുന്നതെന്നോ അവർ മറ്റുള്ളവർക്ക് എന്താ ചെയ്തത്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. അപ്പൊ നമ്മള് മെയിൻ ആയിട്ട് നമ്മൾക്ക് ആവശ്യമുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് നമുക്ക് എന്ത് ബെനിഫിറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. അവരുടെ വീഡിയോസ് ഞാൻ ഒരുപാട് കാണുന്നുണ്ട്. അപ്പൊ അത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ എടുക്കുക. അതായത് അവരെങ്ങനെയാണ് ഇങ്ങനെ ഒരു അച്ചീവ്മെന്റിലേക്ക് അവർ 55 മില്യൺ കംപ്ലീറ്റ് ചെയ്തത്, അതൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പൊ നമുക്ക് പുള്ളിക്കാരൻ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് അതുപോലെ ഷോർട്സ് എടുക്കാനോ, ഇപ്പൊ ലാംഗ്വേജ് യൂസ് ചെയ്ത് നമുക്ക് ഷോർട്സ് എടുക്കുകയാണെങ്കിൽ നമുക്കും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും നമ്മുടെ വ്യൂസ് കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ 4 വർഷം കൊണ്ട് ഇങ്ങനെ ഒരു അച്ചീവ്മെന്റ് അവർക്ക് ചെയ്യാമെങ്കിൽ നമ്മൾക്കും അതുപോലെ തന്നെ ഈ ഒരു അച്ചീവ്മെന്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്കും കഴിയും. അപ്പൊ എല്ലാത്തിനും വേണ്ടത് നമ്മുടെ ഹാർഡ് വർക്കാണ്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഇതുപോലൊരു റൂബി പ്ലേ ബട്ടൺ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. റൂബി പ്ലേ ബട്ടൺ തന്നെ വേണമെന്നില്ല. അപ്പം വേണമെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു സിൽവർ പ്ലേ ബട്ടൺ എങ്കിലും കിട്ടാനുള്ള രീതിയിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ നമുക്കും ആ ഒരു ലെവലിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവരും വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ സിംപ്ലിസിറ്റി അതൊന്നും ഞാൻ പറയുന്നില്ല. അറ്റ്ലീസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് 2 കാര്യങ്ങളെങ്കിലും നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നല്ല വൈറലായിട്ടുള്ള സോങ്സ് നോക്കിയിട്ട് ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ മാക്സിമം ലാംഗ്വേജ് ഒക്കെ യൂസ് ചെയ്യാതെ ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ലോങ് വീഡിയോസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ലാംഗ്വേജ് യൂസ് ചെയ്യാം. നിങ്ങളുടെ ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. അത്രയുള്ളൂ. വേറൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.